ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ താൻ ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ? ആരും ശ്രദ്ധിക്കാനില്ലാത്ത, സ്നേഹിക്കാനില്ലാത്ത ഒരു പൂജ്യമാണെന്ന് കരുതി നമ്മൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടാവാം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ദൈവത്തിൻ്റെ കൺമുമ്പിൽ നമ്മുടെ വില എന്താണെന്നും നമ്മുടെ ഒരു ചെറിയ നല്ല തീരുമാനം സ്വർഗത്തിൽ എത്ര വലിയ ചലനമുണ്ടാക്കുമെന്നും പഠിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 15:10 വചനം ഇപ്രകാരം പറയുന്നു: അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തകർന്നു പോയവർക്കും ഒറ്റപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ഇത്. പരീശന്മാരും ശാസ്ത്രിമാരും നികുതി പിരിവുകാരും പാപികളും യേശുക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് യേശു ഈ വാക്കുകൾ സംസാരിക്കുന്നത്. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു അവരുടെ പരാതി. അതിന് മറുപടിയായി യേശു നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള 3 ഉപമകൾ പറയുന്നു. 1 കാണാതെ പോയ ആട്, 2 കാണാതെ പോയ നാണയം അല്ലെങ്കിൽ വെള്ളിക്കാശ്, 3 കാണാതെ പോയ മകൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ. അതിൽ 2ാമത്തെ ഉപമയായ കാണാതെ പോയ വെള്ളിക്കാശിന്റെ കഥയുടെ അവസാനമാണ് യേശു ഈ വചനം നമ്മോട് പറയുന്നത്. 10 വെള്ളിക്കാശുള്ള ഒരു സ്ത്രീക്ക് അതിലൊന്നും നഷ്ടപ്പെടുമ്പോൾ അവൾ വെറുതെ ഇരുന്നില്ല. അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കിട്ടുവോളം ശ്രദ്ധയോടെ ആ വീട് മുഴുവനും തിരയുകയായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി വലിയൊരു വിരുന്ന് നടത്തുന്നു. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നതാണ്. മാനസാന്തരം സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്നു. മാനസാന്തരം എന്നാൽ കരഞ്ഞ് നിലവിളിക്കുക എന്നല്ല, മറിച്ച് നിന്റെ തെറ്റായ ചിന്തകളെയും നിരാശകളെയും മാറ്റിവെച്ച് ദൈവ വഴിയിലേക്ക് നിന്റെ മനസ്സിനെ തിരിക്കുക എന്നതാണ്. ഈ വചനത്തിൽ ഒരു പാപി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് മാനസാന്തരപ്പെടുമ്പോഴല്ല സ്വർഗം സന്തോഷിക്കുന്നത്, മറിച്ച് നീ എന്ന ആ ഒരൊറ്റ വ്യക്തി നിന്റെ തെറ്റായ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും കോടിക്കണക്കിന് വരുന്ന ദൈവദൂതന്മാരും നമുക്ക് വേണ്ടി സ്വർഗത്തില് വലിയൊരു പാർട്ടി നടത്തും. ഒരു സെലിബ്രേഷൻ തന്നെയായിരിക്കും. ഓരോ മനുഷ്യനും ദൈവത്തിന് അത്രയ്ക്ക് വിലപ്പെട്ടവരാണ്. ലോകം നമ്മെ നമ്മുടെ സ്ഥാനവും സമ്പത്തും പൊസിഷനും ഒക്കെ നോക്കി വിലയിരുത്താം. എന്നാൽ ദൈവം നമ്മെ തൻ്റെ സൃഷ്ടിയായിട്ടാണ് കാണുന്നത്. നഷ്ടപ്പെട്ടവരെ ദൈവം അന്വേഷിക്കുന്നു. നാം വഴിതെറ്റിയാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവൻ നമ്മെ വിളിക്കുന്നു, നമ്മെ തിരികെ കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നു. ഏത് സമയത്തും അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ഭൂതകാലം നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പോൾ പലരും പറയും നമ്മുടെ പഴയ കാലങ്ങളാണ് നമ്മുടെ ഭാവി. ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഭൂതകാലത്തിലെ പരാജയങ്ങളോ മോശം ശീലങ്ങളോ നമ്മൾ സ്വയം വിലയിരുത്തരുത്. എന്നാൽ ദൈവം നമ്മുടെ പരാജയങ്ങളെക്കാൾ നമ്മുടെ തിരിച്ചുവരവനായി നോക്കി പാർത്തിരിക്കുകയാണ്. മാനസാന്തരപ്പെടുന്നവർക്കായി ക്ഷമയും കൃപയും പുതിയ തുടക്കവും ദൈവം ഒരുക്കിയിരിക്കുകയാണ്. നമുക്കും ദൈവത്തിൻ്റെ ഹൃദയം ഉണ്ടായിരിക്കണം. ദൈവം നഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നുവെങ്കിൽ നാമും അങ്ങനെ തന്നെ ചെയ്യണം. വിധിക്കുന്നവരാകാതെ പ്രാർത്ഥിക്കുന്നവരാകണം. നിരസിക്കുന്നവരാകാതെ സഹായിക്കുന്നവരാകണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകുന്നവരാകണം. ആ പാവപ്പെട്ട സ്ത്രീക്ക് ആ വെള്ളിക്കാശ് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നുവോ അതിനേക്കാൾ എത്രയോ ഇരട്ടി വിലപ്പെട്ടതാണ് ദൈവത്തിന് നമ്മുടെ ജീവിതം. കാരണം ഇരുട്ടിൽ കിടന്ന നാണയത്തെ വെളിച്ചം വെച്ച് തെരഞ്ഞു പിടിച്ചതുപോലെ
പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന, ഇരുട്ടിൽ കിടന്ന നമ്മെ തിരഞ്ഞു പിടിച്ച് ജീവൻ നൽകിയവനാണ്, സ്വന്തം ജീവൻ നൽകിയവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, കൈവിടില്ല, മറക്കുകയില്ല. നമ്മൾ വിലയില്ലാത്തവരല്ല, നമ്മൾ ദൈവത്തിന് അമൂല്യരാണ്. ദൈവം തൻ്റെ സൃഷ്ടിയാൽ, തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ രൂപമാണ്. നമുക്ക് എല്ലാവർക്കും അമൂല്യമായ ഓരോ രൂപമുണ്ട്. അത് ദൈവം ദാനമായി തന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതം അർത്ഥമില്ലാത്തതാണെന്ന് കരുതി നമ്മൾ ജീവിക്കരുത്. നമ്മൾ എത്ര ദൂരെ ആയിരുന്നാലും ആ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ എത്തിച്ചേരും. നമുക്കായി സ്വർഗം കാത്തിരിക്കുകയാണ്. നമ്മുടെ പുതിയ ഒരു തുടക്കം കാണും, നമ്മുടെ ഒരു മാനസാന്തരം കാണും. കാരണം ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കും. സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ എല്ലാവരും സന്തോഷം കൊണ്ട് കർത്താവിനെ സ്തുതിക്കും. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഇപ്പോൾ ഈ നിമിഷം നീ അഭിഷേകം ചെയ്യണമേ. നിന്റെ ചിറകിൻ മറവിൽ അവരെ മറക്കണമേ. അവരുടെ ജീവിതത്തിൽ സന്തോഷ സമാധാന ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണമേ. അവരെത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, എത്ര വലിയ വേദനയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവിൻ നിന്റെ വൻകൃപ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രയാസങ്ങളെ നീ പരിഹരിച്ചു കൊടുക്കണമേ കർത്താവേ. അവരുടെ ആവശ്യങ്ങളെ നീ നടത്തി കൊടുക്കണമേ കർത്താവേ. പിശാച് അവരെ നോക്കുവാൻ പോലും നീ ഇടവരുത്തരുത് കർത്താവേ. ഒരു ആപത്ത് അനർത്ഥങ്ങളും അവർക്ക് വരരുതേ കർത്താവേ. നിന്റെ ചിറകിൻ മറവിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, ദീർഘായുസോടെ ജീവിപ്പാൻ തക്കവണ്ണം ശിഷ്ട ജീവിതം നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അപ്പ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പ ഞങ്ങൾ വചനം കേട്ടുവല്ലോ, ഞങ്ങളുടെ മാനസാന്തരം അത് സ്വർഗം സന്തോഷിക്കാൻ ഇടയാക്കും. ഞങ്ങൾ നിന്റെ തൃപ്പാദത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. അറിഞ്ഞുകൊണ്ടും അറിയാതെയും അടിയങ്ങൾ ഓരോരുത്തരും ചെയ്തു പല സർവ്വപാപങ്ങളും അടിയങ്ങളോട് ക്ഷമിക്കണമേ, അടിയങ്ങളോട് പൊറുക്കണമേ. രക്താംബരം പോലെ കടും ചുവപ്പായ പാപങ്ങളായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ നീ മാത്രമാണ്. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ തൃപ്പാദത്തിൽ ചേർത്ത് കൊള്ളണമേ. പുതിയൊരു ജീവിതത്തിനായി ഞങ്ങളുടെ ജീവിതത്തെ നീ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ, ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കാതെ കർത്താവെ അടിയങ്ങളെ നിന്റെ ചെറിയന്മറയിൽ മറയ്ക്കണമേ. നീ വഴി കാണിച്ചു തരണമേ. എത്ര വലിയ പ്രതിസന്ധികളായാലും കർത്താവെ നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് അഭിഷേകം ചെയ്യണം. ഈ ദിവസത്തിൽ, ഈ സമയത്ത് നീ അവരെ അഭിഷേകം ചെയ്യണമേ. അവരെ നല്ല ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി കൊടുക്കണമേ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന സകലരെയും നീ ഇപ്പോൾ തന്നെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. വേദന കൊണ്ട് പൊളയുന്ന മക്കൾക്ക് ഇപ്പോൾ തന്നെ നീ ആശ്വാസം കൊടുക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ ജോലിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിച്ച് കർത്താവേ അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. വിവാഹപ്രായം തൊട്ട് നല്ലൊരു ഭാവി ജീവിതം കാണാത്ത മക്കളെ കർത്താവ് തക്ക തുണയോ കൊടുത്ത് ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിക്കണമേ. കുടുംബവുമായിട്ട് വഴിക്കിട്ട് കർത്താവെ ജീവിതം നരകതുല്യമായി ജീവിക്കുന്ന മക്കളെ കർത്താവെ, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല, എന്നെ നോക്കുവാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ജീവിതം മടുത്തിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഈ നിമിഷം നീ ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവർക്ക് പൂർണ്ണമായി വിടുതൽ നൽകണം. നീ അവരെ അഭിഷേകം ചെയ്യണമേ. നിന്റെ ചിറന്മറവിൽ മറയ്ക്കണമേ കർത്താവെ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ കർത്താവെ. സ്വർഗം സന്തോഷിക്കുക. ഞങ്ങളുടെ മാനസാന്തരം കർത്താവെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി കർത്താവെ. അടിയങ്ങളോട് പൊറുക്കണമേ. അടിയങ്ങളുടെ കുറവുകളെല്ലാം അടിയങ്ങൾക്ക് മനസ്സിലാകുന്നു കർത്താവെ. അതിന് മനസ്സിലാക്കുവാനും അതിന് മാറ്റുവാനുള്ള കൃപ നീ അടിയങ്ങൾക്ക് നൽകണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നവർക്ക് പൂർണ്ണമായി വിടുതൽ നൽകണമേ. അത് കാരണം കുടുംബങ്ങൾ വിഷമിച്ചിരിക്കുകയുള്ള കർത്താവെ, രക്ഷ ഈ ദിവസം ഇപ്പോൾ തന്നെ നീ ദാനമായി കൊടുക്കണമേ. മാനസാന്തരം എല്ലാവർക്കും നീ കൊടുക്കണമേ. ഒരാളെയും വെറുതെ വിടരുത് കർത്താവെ. കുടുംബങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. ആര് പ്രാർത്ഥിച്ചാൽ അവരെയും അവർ കൊടുത്തിരിക്കുന്ന സകലത്തെയും നീ അഭിഷേകം ചെയ്യണമേ കർത്താവെ. നിന്റെ ചെറിയ മറവിൽ നിന്റെ മക്കൾ ഓരോരുത്തരെയും മറയ്ക്കണമേ. നീ വാഗ്ദത്തം ചെയ്തവനാണ്.
കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഞങ്ങളെ നീ ആശീർവദിക്കണമേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.